2012 വരെ നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞത് ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് അഭൗതികം എന്ന് പറഞ്ഞുകൂടാ. അഭൗതികമെന്നാൽ റബ്ബിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്, റബ്ബിന് മാത്രം പറ്റുന്നത് എന്ന് പറഞ്ഞതിലേക്ക് ജിന്നിനെയും മലക്കിനെയും ഉൾപ്പെടുത്തിക്കൂടാ എന്നാണ്. അത് നമ്മുടെ ആളുകൾ പൊളിച്ചു. എന്തിന്? ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം അത് ശിർക്കാരോപണത്തിന്റെ ആയുധമാക്കാൻ വേണ്ടി. അതോടുകൂടെ എന്ത് സംഭവിച്ചു? ശിർക്ക് വന്ന വഴി നിങ്ങൾ പഠിച്ചോളൂ. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതും അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുത്തതുമായ കാര്യം അല്ലാഹുവല്ലാത്തവർക്ക് കൊടുത്തതിലൂടെ ശിർക്കിന്റെ ആശയത്തിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാൻ ഓരോന്നും ഇവിടെ ക്ലിപ്പിട്ട് സമർത്ഥിക്കുന്നില്ല. എന്താ സമസ്തക്കാരുടെ വിശ്വാസം? സമസ്തക്കാരുടെ വിശ്വാസം ജിന്നിനും മലക്കിനും മഹാത്മാക്കൾക്കും കഴിയും എന്നാണ്. അഭൗതിക കാര്യങ്ങളിൽ ഇടപെടാൻ ജിന്നിനും മലക്കിനും മഹാത്മാക്കൾക്കും കഴിയുമെന്നാണ്. ബഹുമാനായ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആ കാര്യമെന്ന് പറഞ്ഞോട്ടെ. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ടുകാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. അതാണ് അവരെ വിശ്വാസം. അവര് മമ്പുറത്തേക്ക് പോയത് ഖബറിൽ കിടക്കുന്ന ആൾക്ക് അഭൗതികമായ അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള വഴികളിലൂടെ സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ്. ഈ കാര്യം ജിന്നിന്റെയും മലക്കിന്റെയും കാര്യത്തിലില്ലേ? മഹാത്മാക്കൾക്ക് അങ്ങനെ കഴിവുണ്ട് എന്ന് തെളിയിക്കാൻ അവർ ഉപയോഗിച്ചത് ജിന്നിനെയും മലക്കിനെയും ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അത് വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടോളൂ. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. സുന്നികൾക്കുള്ളൊരു വിശ്വാസമുണ്ട്. സുന്നികൾ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹ്ക്ക് ചേരുന്ന ഒരു കാര്യം മൊയ്തീൻ ഷെയ്ഖിന് ചേരുന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഈ അള്ളാഹ് ചേരുന്ന എങ്ങനെ ഞാൻ ഒന്നും കൂടി ചോദിക്കാം. അള്ളാഹ്ക്ക് ചേരുന്ന ഒരു കാര്യവും മൊയ്തീൻ ഷെയ്ഖിന് ചേരുന്ന സുന്നികൾ വിശ്വസിക്കുന്നില്ല. അതൊന്ന് ഞാൻ പറഞ്ഞതാ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയുമെന്ന് മൊയ്തീൻ ഷെയ്ഖിനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഒരു ധാരണ നിങ്ങളുടെ തെറ്റിദ്ധാരണ തിരുത്തണമല്ലോ. മൊയ്തീൻ ഷെയ്ഖിന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖിന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോ, ബദരീങ്ങളെ വിളിക്കുമ്പോ അവൻ വിശ്വസിക്കണമെന്ത്? ഞാനീ പറയുന്നത് ഈ കോഴിക്കോട് അതല്ലെങ്കിൽ ഈ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു മൂലയിലിരുന്ന് ഞാൻ മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങ് ബാഗ്ദാദിൽ ജീവിച്ച് മരിച്ചുപോയ മൊഹീദ്ദീൻ ഷെയ്ഖ് അത് കേൾക്കും, മൊഹീദ്ദീൻ ഷെയ്ഖ് അതറിയും, എന്റെ പ്രയാസം മനസ്സിലാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്ന് വിശ്വസിക്കണം. അപ്പോഴാണല്ലോ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് ഞാൻ പറയുമ്പോ ഞാൻ എന്ത് വിശ്വസിക്കണം? എന്റെ വേദനയും പ്രയാസവും മമ്പർത്ത തങ്ങൾ അറിയും എന്ന് വിശ്വസിക്കണം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. മഹാന്മാർക്ക് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയാൻ കഴിയും. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. മഹാന്മാർക്ക് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയാൻ കഴിയും.
മൊഹീദ്ദീൻ ശൈഖിന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത് അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. മൊഹീദ്ദീൻ ശൈഖിന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത് അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന എന്താ തേട്ടം? തേടുകയെന്ന് പറഞ്ഞാല് അതിങ്ങോട്ട് എടുത്തോ ഇതിങ്ങോട്ട് എടുത്തു തരണേ, ഡോക്ടറെ മരുന്ന് തരണേ എന്നുള്ളതൊന്നല്ലല്ലോ. മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ തേടുക. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും അല്ലാഹ് പറയാണ്. നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളുണ്ടല്ലോ, ആരോടൊക്കെ തേടുന്നത്, അങ്ങനെയുള്ളവര് നിങ്ങളെപ്പോലുള്ള അടിമകളാണ്. അടിമകളല്ല എന്ന് അവർക്ക് അടിമകളല്ല എന്ന് അവർക്ക് വാദമുണ്ടോ? ഇല്ല. കാരണം അടിമകളാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, ഇവരൊക്കെ അള്ളാഹ്ക്ക് ബാത്ത് ചെയ്യുക, ഞങ്ങൾ ഇവർക്കും ഇവരായിട്ട് അടുക്കുക, എന്നിട്ട് ഇവരെ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുക എന്ന അവരെ വാദം. പിന്നെ വിഗ്രഹങ്ങളാണ് എന്ന് പറയും. വിഗ്രഹങ്ങൾ വെറുതെ ഉണ്ടായതല്ല, മഹാന്മാരെ പേരിൽ സ്ഥാപിച്ചതും അവിടെ ഉദ്ദേശം മഹാന്മാർ തന്നെയാണ്. വിശദമായിട്ട് പറയാൻ സമയമില്ല. അങ്ങനത്തെ ആളുകൾ എന്താ ഇവിടെ അർത്ഥം കൊടുക്കുന്നതെന്ന് അറിയോ? ഇവിടെ നിങ്ങൾ ഫദ്ഉഹു എന്ന് പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് ദുആ ചെയ്തു നോക്കി എന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥം തൽബുൽ മനാഫിഇ വ കശ്ഫിൽ മദാരി മിൻ ജിഹത്തിഹിം, അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉപകാരങ്ങൾ തേടുക, അതേ പ്രകാരം എന്തെങ്കിലും പ്രയാസങ്ങൾ നീങ്ങിക്കെട്ടാനും അവരുടെ ഭാഗത്തുനിന്ന് കിട്ടാൻ, അവരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ അവർ സ്വന്തം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചാവുന്നല്ല, അള്ളാഹുവിൽ നിന്ന് നേടിക്കൊടുക്കുക. അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി തേടുന്ന, പറയുന്ന, അഭ്യർത്ഥിക്കുന്ന ഈ കാര്യമാണ് ദുആ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ സൃഷ്ടികളോട് തേടിയിട്ട് പ്രയോജനമില്ല. അല്ലേ? മലായിക്കത്ത്, ജിന്ന്, ഷയാത്തീന്, ഈസ പോലുള്ള ആളുകളോട് തേടുന്ന ആളുകളെ കുറിച്ചാ പറഞ്ഞത്. എന്താ ഈസാ നബിക്ക് ഇവരെ വാദപ്രകാരം കഴിയില്ലേ? അമ്പിയാ, നബിമാര് ജിന്ന് പെടുമെന്ന് ആലുവേല വെച്ച് പറഞ്ഞു. ആ ആയത്തിന്റെ ഭാഗത്തിന്റെ ഒരു തഫ്സീറിൽ ഒരു ഭാഗം ജിന്നുകളോട് തേടുന്നത്. എന്റെ അമ്പിയാക്കന്മാരും ഷയാത്തീന്, മലായിക്കത്ത് ഇതൊക്കെ അവിടെ ഇതിൽ പെടും എന്ന് പറഞ്ഞത് മുണ്ടിയിട്ടില്ല. പക്ഷെ അനിപോലെ ചോദിച്ചും ചെയ്തു, അതിനെ കുറിച്ചൊന്നും മറുപടിയില്ല. അപ്പൊ ഇവരൊക്കെ ഇതിൽ പെടുന്ന അവരോടൊന്നും നിങ്ങള് ബിഹിം ഫി നവായിബ്, ആപത്ത് സമയത്തിൽ അവരോട് നിങ്ങൾ സഹായാഭ്യർത്ഥന ചെയ്താൽ അവരത് കേൾക്കില്ല, ഉത്തരം ചെയ്യുകയുമില്ല എന്ന് മുഫസ്സികൾ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മള് വിഷയം ദീർഘിച്ച് സംസാരിക്കേണ്ടതുണ്ട്. നമ്മള് ധാരാളം ആളുകൾ ഇവിടെ വിശദീകരിക്കാനും പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഈ ഒരു ഇടുങ്ങിയ സമയത്ത് ഇനി ഇതിൽ കൂടുതലായി സംസാരിക്കാൻ, ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. തീർച്ചയായും ആ കള്ളവാർത്തയും കൊണ്ടുവന്നവർ നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം തന്നെയാകുന്നു. അതു നിങ്ങൾക്ക് ദോഷകരമാണെന്ന് നിങ്ങൾ കണക്കാക്കേണ്ട. അല്ല,
അത് നിങ്ങൾക്ക് ഗുണകരം തന്നെയാകുന്നു. അവരിൽ ഓരോ ആൾക്കും താൻ സമ്പാദിച്ച പാപം ഉണ്ടായിരിക്കുന്നതാണ്. അവരിൽ അതിന്റെ നേതൃത്വം ഏറ്റെടുത്തവനാരോ അവനാണ് ഭയങ്കര ശിക്ഷയുള്ളത്. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, വ്യക്തമായ കളവാണത്. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദ് പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, വ്യക്തമായ കളവാണത്. ആ ജിന്നോട് സഹായം തേടിയാൽ അതെന്തല്ല, ശിർക്കല്ല, വസീൽ ശിർക്കല്ല, ഒന്നുമല്ല, മറിച്ച് പുണ്യാണ്. എവിടെത്തി? സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, വ്യക്തമായ കളവാണത്. ഒരാൾ പറഞ്ഞ് അത് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, അഥവാ ജായിസാന്നുള്ള കോലത്തിൽ. മറ്റോനോ അതൊരിക്കലും ശിർക്കല്ല, ഹറാമും വസീലത്ത് ശിർക്കുമാണ്. മറ്റോനോ അത് പുണ്യാണ്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, വ്യക്തമായ കളവാണത്. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദമുണ്ടോ? ഞാൻ ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, വ്യക്തമായ കളവാണത്. ഇവിടെ ഉദാഹരണ സഹിതം ഇവിടെ എല്ലായിടത്തും പറയുന്നത് ജിന്നിനോടും മലക്കിനോടും സഹായിച്ചാൽ അതിലെന്തില്ല? തകരാറില്ല. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, വ്യക്തമായ കളവാണത്. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദമുണ്ടോ? ഞാൻ ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. മുമ്പ് ഈ വിഷയം കുബൂരികൾ, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിന് തെളിവായി ഇത് ഉദ്ധരിച്ചപ്പോ അന്ന് പണ്ഡിതന്മാരൊക്കെ അതിന് കൊടുത്ത മറുപടി, ഇബാദുള്ള അലീനി എന്ന ഹദീസിന് പണ്ഡിതന്മാർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ആ മറുപടി അവരിത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും പറഞ്ഞു എന്നുള്ളതല്ലാതെ അതില് പിന്നെ മറ്റൊരാളുടെ കടർത്ത് കൊണ്ട് പറഞ്ഞിട്ടില്ല എന്നതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ വെല്ലുവിളിയുടെ സ്വരത്തിൽ എനിക്കങ്ങനെ വാദമുള്ളത് തെളിയിക്കാൻ കഴിയോ എന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. പക്ഷെ സഹായം ചോദിക്കാം, അതിൽ തെറ്റില്ല എന്നൊരു വാദം നിങ്ങൾക്കുള്ളതായിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് എന്നാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ സഹായം ചോദിക്കാമെന്നും എനിക്ക് വാദമില്ല. എനിക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹദീസ് വിശദീകരിച്ച ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനിക്കോ അല്ലെങ്കിൽ ഹുസൈൻ സലഫിക്കോ അബ്ദുൽ ജബ്ബാർ മൗലവിക്കോ അബ്ദുറഹ്മാൻ സലഫിക്കോ അനസ് മൗലവിക്കോ ഹനീഫ് കായക്കൊടിക്കോ ആർക്കും തന്നെ സഹായം ചോദിക്കാം എന്ന വാദവും ഇല്ല. സഹായം ചോദിക്കണമെന്നോ ചോദിക്കാമെന്നോ ചോദിക്കൽ അനുവദനീയമാണെന്നോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അതെല്ലാം ഇപ്പോൾ ചില ആളുകൾ പുതുതായി ചില വൈരനിര്യാതന ബുദ്ധി കാരണം പറഞ്ഞു പരത്തുന്ന ദുരാരോപണങ്ങൾ മാത്രമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. നിങ്ങൾ അത് കേട്ട സമയത്ത് സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ സ്വന്തം ആളുകളെപ്പറ്റി
എന്തുകൊണ്ട് നല്ലതു വിചാരിക്കുകയും ഇത് വ്യക്തമായ നുണ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തില്ല?